പഹൽഗാം അറ്റാക്കിൻ്റെ ഭയങ്കരമായിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ന്യൂസിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോലെയുള്ള യൂത്തുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ഒരു ട്രാപ്പിൽ വീണ് പോരുത്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഒരു തീവ്രവാദിക്ക് മതമുണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു മതം ഉള്ളത് കൊണ്ട് ആ മതത്തിലുള്ള ആളുകളെല്ലാം തീവ്രവാദികളാണ് അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ പലപ്പോഴും കാണുന്നുണ്ട്, ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് രാജ്യത്തുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ അത് ഭയങ്കരമായിട്ട് റേജ് ഉണ്ടാക്കുകയാണ്. അത് തന്നെയാണ് അവരുടെ ആവശ്യമെന്ന് പറയുന്നത്. ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള മലയാളികൾ പോലും പല പോസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പോസ്റ്റിന് താഴെയും ഹിന്ദു മുസൽമാൻ എന്ന് പറഞ്ഞ് കമൻറ്റ് തമ്മിൽ തല്ലുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള മതങ്ങളും കൾച്ചറുമുള്ള ഈ ഒരു രാജ്യത്ത് തല്ലുണ്ടാക്കാൻ രണ്ട് വ്യത്യസ്ത മതങ്ങളിലുള്ള വ്യക്തികളെ തമ്മിലടുപ്പിക്കാൻ എത്ര എളുപ്പമാണെന്ന് ഒരു കമൻറ്റ് ബോക്സിൽ അങ്ങനെ അവർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ റിയലായിട്ട് അങ്ങനെ ചെയ്യാൻ എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കൂ. കാണാത്ത സ്ഥലത്തിരിക്കുന്ന ആളുകൾ ഒരു പോസ്റ്റിൻ്റെ പേരിൽ ഒരു കമൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ കമൻറ്റ് ബോക്സിൽ തമ്മിൽ തല്ലുമ്പോൾ റിയലായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന രണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ തമ്മിൽ എത്ര ഈസി ആയിട്ട് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളത്. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷെ ആ ലക്ഷ്യത്തിൽ നമ്മളെ പോലെയുള്ള യുവാക്കൾ വീണ് പോരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന അത്രയും മതങ്ങൾ തമ്മിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മതത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമ്മൾ ഒരു ഫാമിലി, നമ്മുടെ അച്ഛനും അമ്മയും ആ ഒരു മതത്തിലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ മതം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊരു മതമില്ല. നമ്മൾ തെരുവിൽ ജനിച്ച ഒരാളാണെങ്കിൽ നമുക്ക് എന്താണ് മതമുള്ളത്? നമുക്ക് മതമില്ല. നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളിൽ ഓരോ കമ്മ്യൂണിറ്റി അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീ അങ്ങനെയാണ്, നിൻ്റെ മതം ഇതാണെന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മതസൗഹാർദ്ദം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മതമില്ലെങ്കിലും മനുഷ്യന് ജീവിക്കാൻ സാധിക്കും എന്നുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത് മനസ്സിലാക്കി മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അവരോട് ഒരു തരത്തിലും എതിർപ്പ് കാണിക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊക്കെ ഒരുപാട് ചിന്താശേഷിയുള്ള ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു യൂത്താണ്.